വി.എസ്. സുനിൽകുമാർ തൃശ്ശൂരിൽ ഉന്നയിച്ച ആരോപണങ്ങൾക്ക് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മറുപടി നൽകിയിരിക്കുന്നു. അപ്പോൾ അദ്ദേഹം ഉന്നയിച്ച ആരോപണങ്ങൾ പൊള്ളയാണെന്നാണ് അതിൽ നിന്ന് വ്യക്തമാകുന്നത്. എന്താണ് അത് സംബന്ധിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ? ഈ വി.എസ്. സുനിൽകുമാർ രാഹുൽ ഗാന്ധിയുടെ ഒരു കടുത്ത അനുയായിയെ പോലെയാണ് ആരോപണങ്ങൾ ഉന്നയിക്കുന്നത്. അദ്ദേഹം രാഹുൽ ഗാന്ധിയെ ഇന്നും ന്യായീകരിച്ചിട്ടുണ്ട്. രാഹുൽ ഗാന്ധി ഉന്നയിച്ചിട്ടുള്ള ആരോപണങ്ങളെല്ലാം വളരെ വാസ്തവമുള്ള കാര്യങ്ങളാണ്. അത് വലിയ അന്വേഷണം നടത്തേണ്ടതാണ്. ഞാൻ ഉന്നയിച്ചതുപോലെ തന്നെയാണ് രാഹുൽ ഗാന്ധി ഉന്നയിച്ച ആരോപണങ്ങളും എന്നൊക്കെ അദ്ദേഹം വർത്തമാനം പറഞ്ഞിട്ടുണ്ട്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ, കേരളത്തിൻ്റെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അതിനെ സംബന്ധിച്ച് ചില വസ്തുതകൾ പുറത്തുവിട്ടിട്ടുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ തൃശ്ശൂരിലെ വോട്ടർ പട്ടികയുമായി ബന്ധപ്പെട്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പുറത്തുവിട്ടിട്ടുള്ള തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ വിശദീകരണ പ്രകാരം 27/10/2023 9/12/2023 ഇടയിൽ തൃശ്ശൂർ ലോക്സഭാ മണ്ഡലത്തിൽ ആകെ ലഭിച്ചിട്ടുള്ള കൂടുതലായി വോട്ടുകൾ ചേർക്കാൻ ലഭിച്ചിട്ടുള്ള ഫോം 6 ലഭിച്ചിട്ടുള്ളവരുടെ എണ്ണം 45,924 അപ്പോൾ അതിനെ തുടർന്ന് അതിൽ എത്ര എണ്ണം സ്വീകരിച്ചു, എത്ര എണ്ണം നിരസിച്ചു എന്നെല്ലാം ഉള്ളത് കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അതിൻ്റെ വിവരങ്ങൾ പുറത്തുവിട്ടിട്ടുണ്ട്. അതിനുശേഷം രണ്ടാമത് വീണ്ടും രാഷ്ട്രീയ പാർട്ടികൾക്ക് അതിൻ്റെ കോപ്പി കൊടുത്തുകൊണ്ട് അതല്ലെങ്കിൽ പരിശോധിക്കേണ്ടവർക്ക് പരിശോധിച്ചതുകൊണ്ട് വീണ്ടും കൂട്ടിച്ചേർക്കാനോ വീണ്ടും ഒഴിവാക്കാനുള്ള അവസരങ്ങൾ ലഭിച്ചു. അങ്ങനെ കൂട്ടിച്ചേർക്കാനോ ഒഴിവാക്കാനുള്ള അവസരങ്ങൾ ലഭിച്ചതിന് ശേഷം വീണ്ടും 22/1/2024 അന്തിമ വോട്ടർ പട്ടിക തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രസിദ്ധീകരിച്ചു. അതിനുശേഷവും ഈ തരത്തിലുണ്ടായിട്ടുള്ള പരാതികളെ സംബന്ധിച്ചും കൂട്ടിച്ചേർക്കലുകളെ സംബന്ധിച്ചുമൊക്കെ നടത്തിയ പരിശോധനയുടെ എല്ലാം റിപ്പോർട്ടുകൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പുറത്തുവിട്ടിരിക്കുകയാണ്. അതിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറയുകയാണ് 25,264 ഫോം 7 അപേക്ഷകൾ ലഭിച്ചു. അതിൽ 22,061 അപേക്ഷകൾ സ്വീകരിച്ചു. 3,203 അപേക്ഷകൾ നിരസിച്ചു. അതേ കാലയളവിൽ തന്നെ 26,948 ഫോം 8 അപേക്ഷകൾ ലഭിച്ചു. അതിൽ 25,322 എണ്ണം സ്വീകരിച്ചു. 1,597 എണ്ണം നിരസിച്ചു. അപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പിന്നീട് അതിൻ്റെ ഓരോ ഘട്ടങ്ങളും പറഞ്ഞതിന് ശേഷം കൃത്യമായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്തുകൊണ്ടാണ് ഈ നടപടി ഇത്രയും സുതാര്യമായി നടന്നിട്ടുള്ളത് എന്നുള്ളതിനെ സംബന്ധിച്ച് സൂചിപ്പിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മറ്റൊരു കാര്യം കൂടി സൂചിപ്പിക്കുന്നു. ഓരോ ഘട്ടങ്ങളിലും പ്രസിദ്ധീകരിക്കുന്ന കരട് പട്ടികയുടേതാണെങ്കിലും അതിനുശേഷമുള്ള അന്തിമ പട്ടികയുടേതാണെങ്കിലും ഈ ഫോം 6 ലഭിച്ചിട്ടുള്ള അപേക്ഷകളെ സംബന്ധിച്ചാണെങ്കിലും ഒക്കെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നടത്തുന്ന കൃത്യമായിട്ടുള്ള അതിൻ്റെ നേരിട്ട് അഭിമുഖം നടത്തുന്ന കാര്യത്തിലാണെങ്കിലും ആളുകളുടെ പരിശോധന നടത്തുന്ന കാര്യത്തിലാണെങ്കിലും വോട്ട് ചേർക്കുന്നവരെ സംബന്ധിക്കുന്ന രേഖകൾ പരിശോധിക്കുന്ന കാര്യത്തിലാണെങ്കിലും ഒക്കെ അത് ചെയ്യുന്നതിൻ്റെയും ചെയ്തിട്ടുള്ളതിൻ്റെയും BLOമാർ വഴി നടത്തിയിട്ടുള്ള കണക്കെടുപ്പുകളെ സംബന്ധിച്ചും അതുപോലെ തന്നെ ഇലക്ഷൻ ഏജന്റുമാർ വഴി നടത്തിയിട്ടുള്ള സംവിധാനങ്ങളെ സംബന്ധിച്ചും ഇനി തെരഞ്ഞെടുപ്പ് ദിവസങ്ങളിൽ അതാണല്ലോ പ്രധാനപ്പെട്ടൊരു വിഷയം. ഈ സുനിൽകുമാർ ഈ ആരോപണം ഉന്നയിക്കുമ്പോൾ അദ്ദേഹമാണല്ലോ അവിടെ മത്സരിച്ച മറ്റൊരു സ്ഥാനാർത്ഥി. അപ്പം അദ്ദേഹത്തിൻ്റെ കണക്കുകൂട്ടലനുസരിച്ച് അദ്ദേഹത്തിൻ്റെ അവിടെ ഉണ്ടായിരുന്ന പ്രധാനപ്പെട്ട ഒരു സ്ഥാനാർത്ഥി എന്നുള്ള നിലക്കും താൻ ജയിക്കാൻ പോകുന്നു എന്ന് പറയുന്ന ഒരു പ്രധാനപ്പെട്ട സ്ഥാനാർത്ഥി എന്നുള്ള നിലക്കും അദ്ദേഹത്തിന് ഏതെങ്കിലും ഒരു ബൂത്തിൽ ഏജന്റുമാരുണ്ടാവില്ല എന്ന് നമുക്ക് വിശ്വസിക്കാൻ വയ്യ. അപ്പം അദ്ദേഹത്തിന് എല്ലാ ബൂത്തിലും അദ്ദേഹത്തിൻ്റെ ഇലക്ഷൻ ഏജന്റുമാരുണ്ട്, അദ്ദേഹത്തിൻ്റെ കൗണ്ടിങ് ഏജന്റുമാരുണ്ട്, അദ്ദേഹത്തിൻ്റെ ഇലക്ഷൻ ഏജന്റുമാർ ബൂത്തിലിരിക്കുമ്പോൾ അങ്ങനെ ഏതെങ്കിലും ഒരു അസ്വാഭാവികമായിട്ടുള്ള വോട്ട്, അതല്ലെങ്കിൽ ഒരു കള്ളത്തരത്തിലുള്ള വോട്ട്, അതല്ലെങ്കിൽ ഏതെങ്കിലും വോട്ട് ഇരട്ടിപ്പുണ്ട് എന്ന് പറഞ്ഞിട്ടുള്ള പരാതി ഇത് കൊടുത്തിട്ടുണ്ടോ എന്ന് ശ്രീ സുനിൽകുമാർ പരിശോധിക്കണ്ടേ? അദ്ദേഹം പുറത്ത് പറയണ്ടേ ഞങ്ങളിങ്ങനെ ചലഞ്ച് ചെയ്തു. അദ്ദേഹം പുറത്ത് പറഞ്ഞ വോട്ടുകളുടെ എണ്ണം വെച്ചിട്ട് ആ മണ്ഡലത്തിൽ ഞങ്ങൾ ഇത്ര വോട്ടുകൾ ചലഞ്ച് ചെയ്തു, അല്ലെങ്കിൽ ഞങ്ങൾ ഇത്ര പരാതികൾ കൊടുത്തു. ആ പരാതികൾ കൊടുത്തതിന് ശേഷവും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇത് പരിശോധിച്ചില്ല. അത് ഒന്നാമത്തെ ഘട്ടം. രണ്ടാമത്തെ ഘട്ടം, ഇനി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇതൊന്നും പരിശോധിച്ചില്ല, തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വശംവദരായി ഏതെങ്കിലും തരത്തിൽ കള്ളവോട്ടുകൾ ചേർക്കുന്നതിന് കൂട്ടുനിന്നു, ഇതാണല്ലോ ആരോപണം. അങ്ങനെ ഉണ്ടെങ്കിൽ തെരഞ്ഞെടുപ്പ് ദിവസം ഇത് വോട്ട് ചെയ്യാൻ വരുന്ന ആളുടെ പേര് ചലഞ്ച് ചെയ്യണ്ടേ ബൂത്തിൽ? നമ്മൾ സാധാരണ പറയാറുണ്ടല്ലോ, തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ ചട്ടമനുസരിച്ച്, തെരഞ്ഞെടുപ്പ് ചട്ടമനുസരിച്ച്, അതിൻ്റെ പ്രൊസീജിയർ അനുസരിച്ച് വോട്ട് ചെയ്യാൻ വരുന്ന ആളുടെ വോട്ടിൽ ഡിസ്പ്യൂട്ട് ഉണ്ടെങ്കിൽ അവിടെ ഏജൻ്റായിട്ടിരിക്കുന്ന ആൾക്കത് ചലഞ്ച് ചെയ്യാം. അങ്ങനെ ചലഞ്ച് ചെയ്യുന്നൊരു പ്രൊസീജിയർ ചെയ്തിട്ടുണ്ടോ? അപ്പം നടപടികൾ പൂർത്തിയാക്കാതെ, അതെല്ലാം നടപടി പൂർത്തിയാക്കിയിട്ട് അതനുസരിച്ചില്ലെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം. ഇതല്ല, അതിൻ്റെ അടിസ്ഥാനത്തിൽ തെരഞ്ഞെടുപ്പ് നടന്നു, വോട്ടെടുപ്പ് നടന്നു, താൻ പരാജയപ്പെട്ടു. അപ്പോൾ പരാജയപ്പെടുന്നതോടുകൂടി അവിടെ വോട്ട് ചെയ്യാൻ വന്ന മുഴുവൻ ആളുകളും കള്ളന്മാരാണ്,
സമ്മതിദായകർ മുഴുവൻ തന്നെ കള്ളത്തരമാണ് കാണിച്ചിരിക്കുന്നത്. നല്ല ശുദ്ധ തെമ്മാടിത്തരമാണ് ഈ സമ്മതിദായകർ ചെയ്തത്. എങ്ങനെ പറയാൻ കഴിയുന്നു? ഈ തരത്തിലുള്ള രാഷ്ട്രീയ വങ്കത്തരങ്ങളും രാഷ്ട്രീയ മണ്ടത്തരങ്ങളും എങ്ങനെ പറയാൻ കഴിയുന്നു എന്നുള്ളത് സ്വയം ആലോചിക്കേണ്ട ഒരു രാഷ്ട്രീയ നേതാവ്. അദ്ദേഹം വളരെ പ്രഗത്ഭനായിട്ടുള്ള CPIയുടെ നേതാവാണ്. അദ്ദേഹം മന്ത്രിയായിരുന്ന ആളാണ്. പക്ഷെ അദ്ദേഹത്തിനെ പോലുള്ള ആളുകൾ ഈ തരത്തിൽ ഒരു ആരോപണം ഉന്നയിക്കുമ്പോൾ, ഒരു വിഷയം പുറത്ത് പറയുമ്പോൾ, അതിൽ കേവലം ഒരു രാഷ്ട്രീയം എന്നുള്ളതിനേക്കാൾ അപ്പുറത്ത് അതിലെന്തെങ്കിലും നിയമപരമായ ഭരണപരമായ നടപടിക്രമങ്ങളുടെ പോരായ്മയുണ്ടെങ്കിൽ അത് ചൂണ്ടിക്കാണിക്കുന്നതോടൊപ്പം കാരണം പറയണ്ടേ? എന്താ കാരണം? ഞാൻ പരാജയപ്പെട്ടു, എൻ്റെ സീറ്റിൽ ഞാൻ തോറ്റു, ഞാൻ മത്സരിച്ചപ്പോൾ ഞാൻ തോറ്റു, അതുകൊണ്ട് ഇങ്ങനെയൊക്കെയുള്ള കുഴപ്പങ്ങൾ നടന്നു, ഇങ്ങനെയൊക്കെയുള്ള കുഴപ്പങ്ങൾ കൊണ്ട് എന്നെ തോൽപ്പിച്ചു. ഇതൊക്കെ നമുക്ക് ഈ നാട്ടിൻപുറത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കങ്ങൾ ഉണ്ടാകുമ്പോൾ ആളുകൾ പരസ്പരം ഏതെങ്കിലും തരത്തിലുള്ള പഴിചാരലുകൾ നടത്തി അങ്ങോട്ടും കലക്കലുമായി ബന്ധപ്പെട്ട് കുറേയേറെ കാര്യങ്ങളും അദ്ദേഹം പറഞ്ഞിരുന്നു. ഇതൊക്കെ ഈ പൂരം കലക്കിയത് കൊണ്ട് ഞാൻ തോറ്റു എന്ന് പറഞ്ഞാൽ ജനങ്ങളെ ഓരോരോ വിഷയത്തിന്റെ അടിസ്ഥാനത്തിലല്ലേ വോട്ട് ചെയ്യുന്നത്. നിങ്ങൾ ജനാധിപത്യ പ്രക്രിയയിൽ രാഷ്ട്രീയപരമായി എടുക്കുന്ന നിലപാടുകൾക്കാണ് ജനങ്ങൾ വോട്ട് ചെയ്യുന്നത്. പിന്നെ നിങ്ങൾ കാണിക്കുന്ന ആശയത്തിനും നിങ്ങൾ കാണിക്കുന്ന സുതാര്യതയ്ക്കുമാണ് ആളുകൾ വോട്ട് ചെയ്യുന്നത്. എങ്ങനെയാണ് ശ്രീ സുനിൽകുമാർ അല്ലെങ്കിൽ ശ്രീ TN പ്രതാപൻ അടക്കമുള്ള ആളുകൾ അതിനു മുൻപുള്ള ഇലക്ഷൻ ജയിച്ചിരുന്നത്? അവർ അത് സ്വയം ആലോചിക്കണ്ടേ? അവർക്ക് വോട്ട് ചെയ്തിട്ടുള്ള ആളുകൾ അവരെ ഭൂരിപക്ഷം നൽകി വിജയിച്ചപ്പോഴാണല്ലോ അവർ വിജയിച്ചത്. അപ്പോൾ എല്ലാ തവണയും എനിക്ക് തന്നെ വരുന്ന ആളുകൾ മുഴുവൻ വോട്ടുകളും ചെയ്തിട്ട് പോകണം എന്ന് സമ്മതിദായകരെ ശടിപ്പിക്കുന്ന, നിർബന്ധിപ്പിക്കുന്ന, ഫോഴ്സ്ഫുള്ളി ചെയ്യിപ്പിക്കാൻ ശ്രമിക്കുന്ന ഒരു രാഷ്ട്രീയപരമായ അഭ്യർത്ഥനയല്ലേ ഇത്? അങ്ങനെ ചെയ്യാൻ കഴിയുമോ ജനാധിപത്യത്തിൽ? വോട്ട് ചെയ്യാൻ വരുന്നവർക്കുള്ള ഏറ്റവും വലിയ നമ്മുടെ ജനാധിപത്യത്തിൻ്റെ ഓഫർ എന്താണ്? അവരോടുള്ള പ്രതിജ്ഞ എന്താണ്? നിങ്ങൾക്ക് സ്വതന്ത്രമായി, നീതിപൂർവകമായി, ഭയരഹിതമായി, ഭരണഘടനാപരമായി വോട്ട് ചെയ്യാനുള്ള അവകാശം വിനിയോഗിക്കാൻ കഴിയുന്നു എന്നുള്ളതാണ്. അത് ചെയ്യാൻ പാടില്ല. ഞങ്ങൾ പറയുന്നത് ചെയ്യണം, ഞങ്ങൾ പറയുന്നിടത്ത് കുത്തണം, ഞങ്ങളെ ജയിപ്പിക്കണം. എങ്ങനെ ഇത് പറയാൻ കഴിയുന്നു ജനാധിപത്യത്തിൽ എന്നുള്ളത് ഒരു ഭരണാധികാരിയായിരുന്ന ഒരാളെ സംബന്ധിച്ചാണെങ്കിലും ഒരു ജനാധിപത്യ പ്രക്രിയയിൽ രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്ന ഒരാളെ സംബന്ധിച്ചാണെങ്കിലും ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങളാണ്. പിന്നെ അവർക്ക് ഉന്നയിക്കാം. ഇതെല്ലാം ജനം വിലയിരുത്തും. തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടതിന് ശേഷം എന്ത് ചെയ്യുന്നു എന്നുള്ളതും ജനം വിലയിരുത്തും. തെരഞ്ഞെടുപ്പ് സമയത്ത് എന്ത് ചെയ്തു ജനം എന്നുള്ളതും വിലയിരുത്തും. അതുകൊണ്ടാണല്ലോ പരാജയപ്പെട്ടത്. എന്തുകൊണ്ടാണ് പരാജയപ്പെട്ടത്? അതിന് മുൻപിലത്തെ തവണ വിജയിച്ചപ്പോൾ, അവർ അധികാരത്തിലിരുന്നപ്പോൾ, അവർ ചുമതലയിലിരുന്നപ്പോൾ, MP ആയിരുന്നപ്പോൾ, MLA ആയിരുന്നപ്പോൾ തെറ്റായ കാര്യങ്ങൾ ചെയ്യുകയും ജനാധിപത്യ വിരുദ്ധമായ കാര്യങ്ങൾ ചെയ്യുകയും ജനങ്ങൾക്ക് യോജിക്കാൻ കഴിയാത്ത കാര്യങ്ങൾ ചെയ്യുകയും ജനവിരുദ്ധമായ കാര്യങ്ങൾക്ക് കൂട്ടുനിൽക്കുകയും ചെയ്തതിൻ്റെ ഭാഗമായിട്ടാണ് പരാജയപ്പെട്ടത്. പൂരം കലക്കിയത് കൊണ്ടാണ് പരാജയപ്പെട്ടതെന്ന് പറഞ്ഞാൽ പൂരത്തിൻ്റെ കാര്യത്തിൽ സുതാര്യമായി സമഗ്രമായി എടുക്കേണ്ട സത്യസന്ധമായ നിലപാടും തീരുമാനവും തെറ്റായി ചെയ്തു എന്നുള്ളത് കൊണ്ടാണ്. ഇതേ ആളുകൾ അടക്കമുള്ള ആളുകൾ പോയി നിന്ന് തെറ്റായ കാര്യങ്ങൾ ചെയ്ത് പൂരത്തെ ഇല്ലാതെയാക്കാൻ, പൂരത്തിൻ്റെ അന്തസ്സത്തെ ഇല്ലാതെയാക്കാൻ, പൂരത്തിൻ്റെ പവിത്രത ഇല്ലാതെയാക്കാൻ, പരാജയപ്പെടുത്താൻ ആ ശ്രമം നടത്തിയതിനെയാണ് ജനം പരാജയപ്പെടുത്തിയത്. സ്വാഭാവികമാണ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.